അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മുസീബ്. ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കിയാലോ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സാണ്. നമുക്ക് 4 മണി ചായയുടെ കൂടെയും സ്പെഷ്യൽ സ്നാക്സ് ആയിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അതിനായിട്ട് ഞാൻ 2 നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1.5 കപ്പ് തേങ്ങ, കുറച്ച് നട്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഉപയോഗിക്കാം. പിന്നെ ഒരു 1/2 കപ്പ് ഓട്സ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ആദ്യം നമുക്ക് പഴം നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവിയിൽ വേണമെങ്കിലും പുഴുങ്ങിയെടുക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. പാൻ ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കിസ്മിസ് ഇട്ട് കൊടുക്കുമ്പോൾ അവസാനം ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതും കൂടി ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വെക്കാം. പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പഴുത്തൊലിയൊക്കെ ഒന്ന് മാറ്റിയ ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഉടച്ചെടുക്കുന്നത് മിക്സിയിൽ നിങ്ങൾ ഉടച്ചെടുക്കരുത്. മിക്സിയിൽ ഉടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേസ്റ്റായി പോവും. നമുക്കിത് വേണ്ടത് ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്താൽ മതി. ഒരു ഇടിക്കല്ല് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ഒന്ന് ഉടച്ചെടുത്താൽ മാത്രം മതി. ഇതാണ് നമ്മളെ പരുവം. ഈ പരുവത്തിൽ മതി, ഒരുപാട് പേസ്റ്റാക്കി എടുക്കരുത്. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1 കപ്പോളം തേങ്ങ ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ പഞ്ചസാര 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മതി. വറുത്ത് വെച്ച നട്ട്സ്. ഇനി ഓട്സ് ഞാനൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഓട്സ് 3 ഏലക്കായ ഇട്ടിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക. അവസാനം നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങ കൂടി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മുഴുവൻ തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം നന്നായി യോജിപ്പിച്ച ശേഷം ഒരു നാരങ്ങയുടെ വലുപ്പത്തിൽ ഓരോ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുക. രണ്ട് നേന്ത്രപ്പഴം കൊണ്ട് നമുക്കൊരു 13 ബോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. എണ്ണ നന്നായി തിളച്ച ശേഷം ഒന്ന് സിമ്മിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഓരോ ബനാന ബോൾസ് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് സമയമൊന്നും വേവിക്കണ്ട. ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കൊന്ന് കോരിയെടുക്കാവുന്നതാണ്. 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാ ബനാന ബോൾസും അതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ വളരെ ഈസിയാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.